ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ അന്തർദേശീയ വയോജന ദിനാചരണം സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പള്ളുരുത്തി ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ അന്തർദേശീയ വയോജന ദിനാചരണം സംഘടിപ്പിച്ചു. ബ്ലോക്ക് സെക്രട്ടറി പി.കെ. മണിയപ്പൻ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് എൻ.പി. മിനി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് സബ് ജഡ്ജ് എം.ആർ. ശശി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഈ കമ്മീഷന്റെ ഘടനയെ കുറിച്ച് പറയുമ്പോൾ ഈ മെമ്പർമാരിൽ ഒരാള് പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആളായിരിക്കണം, ഒരു മെമ്പർ വനിതയായിരിക്കണം, ബാക്കി 2 പേര് പൊതുവിഭാഗത്തിൽ നിന്നും അല്ലാതെയോ ആവാം. അങ്ങനെ നമ്മുടെ സംസ്ഥാനത്ത് രൂപീകരിക്കപ്പെട്ട ഈ കമ്മീഷന് 31/12/2024 വച്ച മുൻകാല പ്രാബല്യത്തോടു കൂടിയാണ് ആക്ട് നിലവിൽ വന്നത്. അപ്രകാരമാണ് അടുത്ത കാലത്ത് കമ്മീഷൻ 80 വയസ്സ് തികഞ്ഞ അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ കമ്മിറ്റി അംഗവുമായ പി.എ. നാരായണൻ മുഖ്യ പ്രഭാഷണം നടത്തി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ടി.ജി. രമേശൻ, കെ. ഭാനുമതി ടീച്ചർ, എ. രാഘവൻ, ജോൺ ജൂഡ്, കെ.വി. വിശ്വലക്ഷ്മി എന്നിവർ സംസാരിച്ചു. നമ്മളുടെ ഇപ്പോൾ 2007 വയോജന കമ്മീഷൻ കേന്ദ്ര ഗവൺമെൻറ് വയോജന ആക്ട്, അതായത് മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് സീനിയർ സിറ്റിസൺ ആക്ട് കേന്ദ്ര ഗവൺമെൻറ് നിലവിൽ വന്നാണ്. 2025 നമ്മുടെ വയോജന കമ്മീഷൻ വന്നു. അപ്പോൾ കമ്മീഷൻ്റെയൊക്കെ സ്ഥിതി നമുക്കറിയാം എങ്ങനെയാണെന്നുള്ളത്. എല്ലാ വർഷവും ഇഷ്ടംപോലെ കമ്മീഷനുകൾ പല കാരണങ്ങൾക്കും പല അന്വേഷണങ്ങൾക്കും വേണ്ടി ധാരാളം കമ്മീഷൻ. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.